24 ബ്രേക്കിംഗ്. ചാണ്ടി ഉമ്മനെ മന്ത്രിസഭയിൽ നിന്ന് തഴഞ്ഞതിൽ എ ഗ്രൂപ്പിന് അതൃപ്തി. ദേശീയ നേതാക്കളെ കണ്ട് അതൃപ്തി അറിയിച്ചു. രാഹുൽ ഗാന്ധിയോടും സോണിയാഗാന്ധിയോടും ഫോണിൽ അതൃപ്തി അറിയിച്ചു. അവസാന നിമിഷം വരെ മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചിട്ട് പിന്നീട് തഴഞ്ഞത് ഉമ്മൻചാണ്ടിയോടുള്ള അവഹേളനമെന്നും വിമർശനം. അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. അലക്സ്, അവസാന നിമിഷം വരെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പേരായിരുന്നു ചാണ്ടി ഉമ്മൻ എന്ന് മാത്രമല്ല, ആദ്യമേ ഈ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച ആൾ എന്നതുകൂടിയായിരുന്നു പുറത്തു വന്ന വാർത്തകൾ. പക്ഷെ അവസാനം മറ്റ് ചില സമവാക്യങ്ങളിൽ തട്ടി ചാണ്ടി ഉമ്മൻ പുറത്താകുന്നു. അതിലിപ്പോൾ എ ഗ്രൂപ്പ് ഏത് നിലയിലുള്ള ഇടപെടലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? ആന്റണിയൊക്കെ പോയി കണ്ടിരുന്നു ചാണ്ടി ഉമ്മൻ. അത് ഇക്കാര്യത്തിലെ അസംതൃപ്തി അറിയിക്കാനാണെന്നുള്ള വിവരങ്ങൾ കൂടി ഉണ്ടായിരുന്നല്ലോ. അസിത, വി ഡി സതീശൻ മന്ത്രിസഭയിൽ നിന്ന് ചാണ്ടി ഉമ്മനെ തഴഞ്ഞതിൽ വലിയ അതൃപ്തിയിലാണ് എ ഗ്രൂപ്പ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ചാണ്ടി ഉമ്മന് അനുകൂലമായി വരുന്ന നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ആദ്യ അവസാനം വരെ ചാണ്ടി ഉമ്മന്റെ പേര് മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചിരുന്നു. അതിലൊന്ന് യുവപ്രാതിനിധ്യം എന്നുള്ളത്, മറ്റൊന്ന് ഉമ്മൻചാണ്ടി ഫാക്ടറാണ്, മറ്റത് സഭയുടെ പിന്തുണ, ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ, മറ്റൊന്ന് ഏതാണ്ട് 54,000 വോട്ടിനാണ് അദ്ദേഹം അവിടെ ജയിച്ചു കയറിയത്. ഈ മാനദണ്ഡങ്ങളെല്ലാം പരിഗണിച്ച് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തും എന്നുള്ളതായിരുന്നു ആദ്യ അവസാനം വരെ പ്രതീക്ഷിച്ചിരുന്നത്. ആ തരത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോയതുമാണ്. പക്ഷേ ഏറ്റവും ഒടുവിലാണ് മറ്റു ചില സമവാക്യങ്ങൾ നോക്കുന്നതിനിടയിൽ, മറ്റു മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനിടയിലാണ് ചാണ്ടി ഉമ്മനെ മന്ത്രിസഭയിൽ നിന്ന് തഴയുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ വലിയ അതൃപ്തി രേഖപ്പെടുത്തുന്ന എ ഗ്രൂപ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ബെന്നി ബെഹനാൻ എംപിയുടെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് നേതാക്കൾ ദീപദാസ് മുൻഷിയെയും കെ സി വേണുഗോപാലിനെയും കണ്ട തങ്ങളുടെ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വിവരമുണ്ട്. ഒപ്പം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഫോണിൽ വിളിച്ചു അവർക്ക് ഈ അതൃപ്തി അവർ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ നേതാക്കളെ നേരിൽ കാണുന്നതിന് അപ്പോയിന്റ്മെന്റ് കൂടി എ ഗ്രൂപ്പ് നേതാക്കൾ തേടിയിട്ടുണ്ട്. അതായത് ഡൽഹിയിലെത്തി തങ്ങളുടെ അതൃപ്തി നേരിട്ട് ദേശീയ നേതൃത്വത്തെ അറിയിക്കാൻ, അത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയെ നേരിട്ട് അറിയിക്കാനാണ് എ ഗ്രൂപ്പ് വിഭാഗത്തിന്റെ നിലവിലെ തീരുമാനമെന്ന് അറിയുന്നു. ഇതിൽ അവർ പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യാവസാനം വരെ ഉമ്മൻചാണ്ടിയുടെ ചിത്രം ഉപയോഗിച്ച് വോട്ട് പിടിച്ചതാണ്. ചാണ്ടി ഉമ്മനെ ഏറ്റവും ഒടുവിൽ വരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുകയും ചെയ്തു. അങ്ങനെ പരിഗണിക്കാതെ ഏറ്റവും അവസാനം തഴഞ്ഞത് അത് ഉമ്മൻചാണ്ടിയോടുള്ള അവഹേളനം എന്ന് തന്നെ വേണം കരുതാനെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, എ കെ ആന്റണിയെ ചാണ്ടി ഉമ്മൻ വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു. നമുക്കറിയാം, ടി സിദ്ദിഖ് എ കെ ആന്റണിയെ വീട്ടിലെത്തി കണ്ടതിന് ശേഷം അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ടി സിദ്ദിഖ് മന്ത്രിസഭയിലേക്ക് വരുന്നത്. പക്ഷേ ചാണ്ടി ഉമ്മൻ തഴയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. എ കെ ആന്റണിയും ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കാത്തതിലുള്ള അതൃപ്തി ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്നാണെങ്കിലും അസ്വസ്ഥരാണ് അദ്ദേഹം. പക്ഷേ അത് പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല ഈ ഘട്ടത്തിലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.